ടോട്ടലെക്സിന്റെ പേറോൾ സിസ്റ്റം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ല, നിങ്ങൾ അതിലേക്ക് കമ്പനി രജിസ്റ്റർ ചെയ്തെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ അതിന്റെ സെക്കൻഡ് ഫേസ് എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ ഉള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒരു 3 to 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് ടോട്ടലെക്സിന്റെ അറ്റൻഡൻസ് ആൻഡ് പേറോൾ സിസ്റ്റം യൂസ് ചെയ്യാൻ എന്നതിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് നമ്മൾ മൊബൈലിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പഞ്ചിങ് ഡിവൈസിന്റെ ആവശ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം നമുക്കില്ല. നമ്മൾ ഒരു മൊബൈലിൽ തന്നെ എല്ലാ ഫംഗ്ഷൻസും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സറൗണ്ടിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് സെൽഫി പഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വൈപ്പ് പഞ്ചിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. അത്രയും ഈസിയാണ്. രണ്ടുപേർക്ക് ഒരേ ആപ്പിൽ തന്നെയാണ് 2 ഇന്റർഫേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് തന്നെ കാണിക്കാം എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള. ആപ്പിലേക്ക് ഫസ്റ്റ് കയറുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവുമെന്ന് അറിയാം. നമുക്ക് ആദ്യം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുകയാണ്. യെസ്, OTP എൻ്റർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഓൾറെഡി എക്സ്റ്റീന കമ്പനി ആണോ അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഉണ്ടാവും. അപ്പോൾ ക്രിയേറ്റ് ന്യൂ കമ്പനി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യാം. നമുക്ക് കമ്പനിയുടെ നെയിം ഒന്ന് കൊടുക്കാം. ഞാൻ ടോട്ടലെക്സ് തന്നെ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി ഏതാണെന്നുള്ളതാണ്. ഞാൻ IT കമ്പനി കൊടുക്കുന്നു. ജസ്റ്റ് ഏത് കൊടുത്തു കഴിഞ്ഞാലും ഇനഫാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് ചെയ്താൽ ഞാൻ കേരളം തന്നെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓർഡർ നെയിം ഞാൻ അൻഷിൽ നിന്നാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കംഫർട്ടബിൾ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. ഈ മലയാളം ആണെങ്കിൽ മലയാളം നമുക്ക് ചൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉണ്ട് ഇതിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്ക് ചെയ്യുന്നു. നമ്മൾ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് 30 മീറ്റർ വരെയാണ്. ഇപ്പോൾ 30 to 1000 മീറ്റർ എത്രയാണെങ്കിൽ നമുക്ക് കൂട്ടിയും കുറച്ച് വെക്കാം. എത്ര വേണ്ടെന്ന് വെച്ചാൽ 30 വരെയാണ് ഏറ്റവും കുറഞ്ഞത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സറൗണ്ടിൻ്റെ ഉള്ളിൽ എത്തിയാൽ മാത്രമേ ആൾക്കാർക്ക് സെൽഫി പഞ്ചിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, സ്വൈപ്പ് പഞ്ച് ആണെങ്കിൽ. അപ്പോൾ ഞാൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 100 മീറ്റർ അല്ലെങ്കിൽ ഒരു 100 ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കൊടുത്തിട്ട് തന്നെ കയറാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും ലാൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു ഫേസിൽ ഇതായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്നുണ്ട് സ്റ്റാഫിനെ ആഡ് ചെയ്യുക എന്നുള്ളൊരു ഫീച്ചറാണ് ആദ്യം ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഒരാളെ ഇതിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ നമ്പർ തന്നെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അൻഷിൽ നിന്ന് തന്നെ പേര് കൊടുക്കുന്നു. ഒരു നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജെൻഡർ സെലക്ട് ചെയ്യുന്നു. മന്ത്ലി സാലറി ആണോ ഹവർലി ആണോ ഡെയിലി ആണോ? അതിന് മന്ത്ലി തന്നെയാണ് കൊടുക്കുന്നത്. ഡെയിലി വേണമെങ്കിൽ ഡെയിലി കൊടുക്കാം, ഹവർലി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പേയ്മെൻറ്റ് എത്രയാണെന്ന് കൊടുക്കും. ജസ്റ്റ് 30K കൊടുക്കുന്നു. പിന്നെ ഒരു ഓപ്ഷനാണ് ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ നമുക്ക് സൺഡേ നമുക്ക് ഓഫ് ആണെങ്കിൽ ആ രീതിയിലേക്ക് മാനേജ് ചെയ്യാം. അതിന് തന്നെ ഒരു പേര് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നു ഒരു ന്യൂ ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ, ന്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അതിൽ തന്നെ നമ്മൾ പഞ്ചിങ് ടൈം കൊടുക്കുന്നത് ഒരു 6:30 വരെ കൊടുക്കുന്നു. യെസ്, ഇപ്പോൾ ഈ മൺഡേ പഞ്ചിങ് ടൈം 9 to 6:30 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ വർക്കിംഗ് അവർ കാണിക്കുന്നത് 9.5 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മളിതിൽ ബ്രേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ലഞ്ച് ബ്രേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ 1:30 ലഞ്ച് ബ്രേക്ക് എന്നുള്ള രീതിയിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മൾ. യെസ്, നമുക്കൊരു 2:30 കൊടുക്കാം. യെസ്, ഇനി മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ബ്രേക്ക് ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒക്കേഷണൽ വർക്കിംഗ് ഡേയ്സ് ഉണ്ടോ നമുക്ക് ഈ ഒരു ഇതിൽ, നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ അങ്ങനെ എന്തെങ്കിലും വർക്കിംഗ് ഡേയ്സ് മാറ്റി ചെയ്യുന്നുണ്ടോ? ലീവ് ഉണ്ടെങ്കിൽ ലീവായിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ട്യൂസ്ഡേ വർക്കിംഗ് ഡേ ആണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒക്കേഷണലി ചില ഏരിയയിൽ വരിക നമുക്ക് ഫസ്റ്റ് അതുപോലെ തന്നെ തേർഡും വർക്കിംഗ് ഡേ അല്ല, ഓഫാണ്. അപ്പോൾ ബാക്കിയുള്ള ഏരിയകൾ നമുക്ക് വർക്കിംഗ് ആയിട്ടാണ് നമ്മുടെ കമ്പനിയിൽ വരാറുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം ഉള്ളൂ. പിന്നെ ബ്രേക്ക് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. പഞ്ചിങ്ങും പഞ്ചൗട്ടും മതിയെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. പഞ്ചിങ്ങും പഞ്ചൗട്ടും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഏറ്റവും ലേറ്റ് പഞ്ചിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 9 മണിക്കാണ് നമുക്ക് പഞ്ചിങ് ടൈം. മാക്സിമം അവർക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ സാലറി കട്ട് ആവേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റ്സ് വരെ കൊടുക്കാം. അല്ലാത്ത പക്ഷം ഇവർക്ക് 6ാമത്തെ മിനിറ്റിലേക്ക് ചാടി കഴിഞ്ഞാൽ 6 മിനിറ്റിന്റെ ഫണ്ട് അവർ കട്ടാവും. അപ്പോൾ അവർ സാലറി പെർ ഡേ 1000 rupees ആണെന്നുണ്ടെങ്കിൽ
8 hours 9 hours ഒക്കെയാണ് വർക്കിംഗ് ആണെങ്കിൽ ആ വർക്കിംഗ് അവേഴ്സിലേക്ക് ഇവർ ഓരോ മിനിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും സെറ്റ് ചെയ്യാം. ഈ 1000 റുപ്പീസിനെ നമ്മൾ എന്താണ് ഒരു 9 അവറിലേക്ക് ഒരു പെർ മിനിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ മിനിറ്റിൽ ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചിൻ്റെതാണ് ഇത് കാണിക്കാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമുക്കിപ്പോൾ കറണ്ട്ലി ഉള്ള ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രീനിൽ കാണിക്കുന്നത് ഇപ്പോൾ കറണ്ട്ലി പഞ്ചിങ് ആയിട്ടുള്ള ആൾക്കാരും ഇപ്പോൾ പഞ്ച് ഔട്ട് ചെയ്ത ഒരാളാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു ആൾ പഞ്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ലീവ് ആയിട്ടുള്ള ആൾക്കാരും ഇവിടെ കാണിക്കും. ഫസ്റ്റ് ഇന്റർവ്യൂസിൽ തന്നെ നമുക്ക് അത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. ഓക്കെ, സെക്കൻഡ്ലി വരുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് എടുക്കാം. ലൈവ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാവും. ഈ ലൈവിൽ പറയുമ്പോൾ ഇപ്പോൾ അവരെ ഇന്നത്തെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ബ്രേക്ക് ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടൈം അത് എക്സ്റ്റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സിഗ്നൽ ഇതിവിടെ കാണിക്കും. ഓവറോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കും. നമുക്ക് ഇവർ പഞ്ച് ചെയ്ത ടൈം, അവർ പിന്നെ ബ്രേക്ക് എടുത്ത ടൈം ഒക്കെ എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ ഷോർട്ട് അവറിലാണ്, അവർ ഫില്ലായി കഴിഞ്ഞാലാണ് പ്രസന്റിലേക്ക് കൺവേർട്ട് ആവുക. ലീവ് കൊടുക്കണമെങ്കിൽ ലീവ് കൊടുക്കാം. മാനുവലി വേണമെങ്കിൽ അഡ്മിൻ എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അറ്റൻഡൻസ് പറഞ്ഞ ഓപ്ഷനിൽ ഇവർ വന്ന ലീവ് എടുത്തതും അതുപോലെ തന്നെ ഇപ്പോൾ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കും. ഇതിൽ ഷോർട്ട് അവർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഇപ്പോൾ അവർ ലേറ്റ് പഞ്ചിങ്ങിനോ അതല്ലെങ്കിൽ ഏർലി ആയിട്ട് മൂവ് ചെയ്യേ പോവാനോ എന്തെങ്കിലും നോക്കി പോവുകയാണെങ്കിൽ ആ ഷോർട്ട് അവറിലായിരിക്കും കാണിക്കുക. നമുക്ക് ഫിൽറ്റർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാഫ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാലും ഹാഫ് ഡേ എന്നുള്ള കൺസെപ്റ്റ് ഒന്നും കാണിക്കില്ല. ഷോർട്ട് അവറിലായിരിക്കും. കറക്റ്റ് ഇവർ ഹാഫ് ഡേ വരികയാണെങ്കിൽ ഹാഫ് ഡേയിൽ കാണിക്കും. ഇനി അതല്ലെങ്കിൽ അഡ്മിൻ ഇടുകയാണെങ്കിൽ ഹാഫ് ഡേയിലേക്കായിരിക്കും മൂവ് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ മന്ത് ബേസ്ഡൊക്കെ ആയിട്ട് ഫിൽറ്റർ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ഇവിടെയാണ് പേറോൾ സിസ്റ്റം വർക്ക് ആവുന്നുണ്ടാവുക. ഇതിലെടുക്കുകയാണെങ്കിൽ ഒരു ടോട്ടലി കഴിഞ്ഞ മാസത്തിൽ വർക്കിംഗ് ഡേയ്സ്, കാര്യങ്ങൾ, ഓവർ ടൈം, വർക്കിംഗ് ഹവർ, ടോട്ടൽ വർക്കിംഗ് ഹവർ എല്ലാവരും കാണിക്കും. എത്രയാണ് സാലറി, ടോട്ടൽ സാലറി എത്രയാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ജസ്റ്റ് വർക്കിംഗ് സിസ്റ്റം ഞാൻ ജസ്റ്റ് കാണിക്കാം എന്നുള്ളത് മാത്രമാണ്. ഇത് നമ്മൾ ആ ഒരു ടൈമിൽ ടെസ്റ്റ് ചെയ്ത ടൈമിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബോണസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആഡ് ഓൺ കൊടുക്കാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. സാലറി പേയ്മെന്റ് ചെയ്യാം. പിന്നെ അഡ്വാൻസ് പേയ്മെന്റ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സാലറി പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എത്രയാണോ ചെയ്യുന്നത് ആ ക്യാഷ് ആഡ് ചെയ്യാം. ക്യാഷ് ഞാനാണോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മളെ പ്രൊഫൈലിൽ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ് അവരെ ക്വിക്കായിട്ട് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ്, ഈ ഷെയർ ഇൻവൈറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒന്നുകൂടി നമുക്ക് അവരെ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവും. നമുക്ക് ഇത്രയും ഡാറ്റാസ് ഇവരെ ഡാറ്റാസ് ഒക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. പല ഡീറ്റെയിൽസുകളും നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 100% ചേഞ്ച് ആവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ആളത് എടുത്തായിരുന്നു. ഇവരുടെ 100% ഫിൽഡ് ആണ്. ജസീൽ എന്ന് പറഞ്ഞ ആളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് ഇങ്ങനെ ഓരോന്നും ആഡ് ചെയ്യാം. അവരെല്ലാ ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു മേജർ ഒരു ഇതാണ് ഇപ്പോൾ പേറോൾ തന്നെയാണ് ഞാൻ ഇതിൽ കാണിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇവരെ പേറോളിൻ്റെ സാലറി കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ സെയിം തന്നെയാണ് വരിക. പിന്നെ അതുപോലെ തന്നെ ലീവ് റിക്വസ്റ്റ് വരാൻ പറ്റും. ആപ്പിൽ നിന്ന് ഇപ്പോൾ പെയ്ഡ് ലീവായിട്ടും അതല്ലാതെയൊക്കെ കൊടുക്കുന്ന ഏരിയകൾ ഉണ്ടാവും. പെയ്ഡ് ലീവ്, അൺപെയ്ഡ് ലീവുകളൊക്കെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് അൺപെയ്ഡ് ആണ് ആൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് സാലറി കിട്ടില്ല. ഈ പെയ്ഡ് ലീവുകൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ഈ സെറ്റിംഗ്സിൻ്റെ ഏരിയയിൽ അക്സെപ്റ്റ് ചെയ്തത് ഇവിടെ കാണിക്കും നമുക്ക്. അതുപോലെ തന്നെ റിജക്ട് ചെയ്തതും നമുക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഇത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യൽ നമ്മളെ സെറ്റിംഗ്സ് എന്നാണ് ഇതെല്ലാം മാനേജ് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ എക്സ്പ്ലെയിനിങ് വീഡിയോ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും ഹെൽപ്പ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എങ്ങനെ അതിൽ ആഡ് ചെയ്യാം, എന്താ അത് ചെയ്യേണ്ടതെന്ന് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സിംപ്ലിഫൈ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്കിതിൽ 7 എംപ്ലോയീസ് വരെ അറ്റൻഡൻസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സെക്കൻഡ്ലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം യൂസ് ചെയ്യാം. പ്രീമിയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർലി പ്ലാനും മന്ത്ലി പ്ലാനും അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് 25 എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ പെർ ഇയറിൽ ഏകദേശം 2499 രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അതിൽ 25 എംപ്ലോയീസ് ആണ് നമുക്ക് വരിക. iOS and Androidും നമുക്ക് അതിലുണ്ടാവും. അതുപോലെ തന്നെ വെബ് പോർട്ടലും നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് സിംഗിൾ ബ്രാഞ്ച് ആയിരിക്കും. അറ്റൻഡൻസ് മാനേജേഴ്സിന് ഫ്രീ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്ലാൻസുകൾ അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ ഇതിൽ ചൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ട്രയൽ ഫ്രീ നിങ്ങൾ യൂസ് ചെയ്യും. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് പ്രീമിയത്തിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ഫംഗ്ഷൻസും ഹെൽപ്പ് പറഞ്ഞ ഓപ്ഷൻ ഓരോന്നിൻ്റെ ഉള്ളിലുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ ആഡ് ഓൺ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.